ബ്ലാ കാഴ്സ്ന്ന് ഉള്ള പല പല സർവീസ് ഉണ്ടാവും. പിന്നെ ഈ ബസ്സിൻ്റെ പേരാണ് ബ്ലാ കാഴ്സ്. ബസ്സിൻ്റെ പേരെല്ലാം ലൈക്ക് കമ്പനി നെയിം മാതിരി. അപ്പോൾ 10:15 പാരീസിൽ നിന്ന് കയറിയത്. 5 o'clock ആകുമ്പം സ്ട്രാസ്ബർഗ് എത്തും. പിന്നെ ഭയങ്കര ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് 9:15 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ, കാരണം എനിക്ക് ഇവിടുത്തെ സ്ഥലം അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ ലേറ്റായി എന്നറിയില്ല. 25 മിനിറ്റ്സിൽ എത്തേണ്ടതാണ്. പക്ഷേ ഞാനിവിടെ എത്തിയത് ബസ് സ്റ്റോപ്പിലെത്തിയത് 10:13 ഞാൻ വിചാരിച്ച ബസ് പോയി കിട്ടില്ല, അത്രയും ഓടിയത് കൊണ്ട് എത്തിയത്. ഞങ്ങൾ മെട്രോ ഇറങ്ങിയിട്ട് 1 കിലോമീറ്ററോളം ഞാൻ ലിറ്ററലി ഓടുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് കറക്റ്റ് 10:15 ബസ് എടുത്തു. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറേ യെല്ലോ ഫ്ലവേഴ്സ്. ഇത് വല്ല കൃഷിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിട്ട് ഒരുപാട് ഇങ്ങനെ ഈ യെല്ലോ ഫ്ലവേഴ്സ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്. ആക്ച്വലി എനിക്ക് ഡയറക്റ്റ് സ്ട്രാസ്ബർഗിലേക്ക് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഹൈദരാബാദ് ടു സ്ട്രാസ്ബർഗ്. പക്ഷേങ്കിൽ ഒന്നാമത് നല്ല കോസ്റ്റ്ലിയാണ്. സെക്കൻഡ് തിങ്, എന്തായാലും ഞാൻ ഫ്രാൻസിൽ വരിക, പിന്നെ പാരീസ് കണ്ടിട്ടോടെ മോശമില്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ പാരീസിൽ ഇറങ്ങിയത്. അവിടുന്ന് പിന്നെയും 6 hours, ഐ തിങ്ക് 6 to 7 hours ലൈക്ക് ജേർണി ഉണ്ട് സ്ട്രാസ്ബർഗിലേക്ക്. പിന്നെ അത് മാത്രമല്ല, സ്ട്രാസ്ബർഗിലേക്കുള്ള ഫ്ലൈറ്റ് ഇവൻ എടുത്താൽ തന്നെ പിന്നെ 2 സ്റ്റോപ്സ് ഉണ്ട്. ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നപ്പം ബോംബെയിൽ മാത്രമേ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നോർമലി ഖത്തർ അല്ലെങ്കിൽ ദോഹയിലൊക്കെയാണ് മറ്റ് എയർലൈൻസിൻ്റെ സ്റ്റോപ്പ് ഉണ്ടാവുക. പക്ഷേ സ്ട്രാസ്ബർഗിലേക്കുള്ള ഫ്ലൈറ്റ്സിന് 2 സ്റ്റോപ്സ് ഉണ്ട്. അപ്പോൾ പിന്നെയും ടൈമും പോക്കാണ്. പിന്നെ എനിക്കറിയില്ല അവിടുത്തെ കൂടുതൽ ചെന്നിട്ട് നോക്കണം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാരീസിലേക്ക് ഫ്ലൈറ്റ് എടുത്തത്. അതുകൊണ്ട് മാത്രമല്ല, ഒബ്വിയസ്ലി എനിക്ക് പാരീസ് കുറച്ച് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതും കൂടെ കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ യെല്ലോ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാവിടെയും ഞാൻ കാണുന്നുണ്ട്. 2 സൈഡിലും ലൈക്ക് ഫുൾ കൈൻഡ് ഓഫ് ഗ്രീനറിയാണ് 2 സൈഡിലും. അങ്ങനെ പ്രോപ്പർ സിറ്റി ഒന്നും അല്ലെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇതേപോലെയാണ് ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ബസ് അങ്ങനെ ഇടയിൽ ഏതോ ഒരു സ്റ്റോപ്പിൽ മാത്രമേ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു പാസഞ്ചർ പിക്കപ്പ് ചെയ്യാനോ എന്തോ, ലൈക്ക് ഹാർഡ്ലി 2 minutes സ്റ്റോപ്പ്. ഇവിടെ സമയം ഉച്ചയ്ക്ക് 2 മണിയായി. ഇവരെവിടെയും ബസ് നിർത്തണ കാണുന്നില്ല. എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്നാക്സ് എടുത്തതുകൊണ്ട് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ പെട്ട് പോയേനെ. എനിക്കറിയില്ല, നോർമലി സ്റ്റോപ്പ് ഉണ്ടാവണമല്ലോ അല്ലേ, കാരണം 6 hours 45 minutes ജേർണിയാണ്. അപ്പോൾ സ്റ്റോപ്പ് ഉണ്ടാവേണ്ടതല്ലേ. അതും ബസ്സിൽ ഏതർ വാഷ്റൂംസിന് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഫുഡിന് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ സ്റ്റോപ്പ് ചെയ്യണ കാണില്ല. ഇനിയിപ്പോൾ ഒരു 3 hours എത്തുമല്ലോ, നിർത്തുമൊന്നും അറിയില്ല. ഭാഗ്യത്തിന് എൻ്റെ അടുത്തുള്ള സീറ്റിൽ ആരുമില്ല. അപ്പോൾ എനിക്ക് ഒരു ഫുൾ 2 സീറ്റിൽ മൊത്തം ഞാനാണ് കണ്ടു, ഞാനും എൻ്റെ ബാഗും. പിന്നെ വേറൊരു കാര്യം എന്താ നിർത്താത്തതെന്ന് വെച്ചാൽ, പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഷോപ്സൊന്നും അങ്ങനെ പോണ റൂട്ടിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഫുൾ ഇങ്ങനത്തെ റോഡ്, പിന്നെ ഇതുപോലത്തെ വീട്, പിന്നെ ഇതിൻ്റെ യെല്ലോ ഫ്ലവേഴ്സ് ഇങ്ങനത്തെ ഒക്കെ ഉള്ള റൂട്ടാണ്. എന്തെങ്കിലും കിട്ടുമോ ആവോ, അല്ലെങ്കിൽ മിക്കറിഞ്ഞ സ്നാക്സ് എൻ്റെ അടുത്ത് കഴിക്കേണ്ടി വരും. കണ്ടിട്ട് അവിടെ വില്ലേജെന്ന് തോന്നുന്നു, കുറേ റെസിഡൻഷ്യൽ ഏരിയ എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ മേ ബി വല്ല ഹൈവേയിലേക്ക് കൂടിയാണ് പോണതെന്ന്. കുറേ ടോൾസ് മാതിരിയുള്ള എന്തൊക്കെയോ കണ്ടു. ടോൾസാണോ ഇവിടെ വേറെ വല്ലതാണോ അതിന് പറയാമെന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ പാസ് ചെയ്തു. പിന്നെ അതുപോലെ സ്ട്രാസ്ബർഗിൽ ഇറങ്ങിയിട്ട് എവിടെയാണ് പോകേണ്ടത് എനിക്കും അറിയില്ല. ഞാൻ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ് മാത്രം കൊടുത്തു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. കുറേ നെറ്റിൽ തപ്പിച്ച് കൈൻഡ് ഓഫ് എൻ്റെ കോൺഫറൻസ് നടക്കുന്ന സ്ഥലമായിട്ട് അടുത്തുള്ളൊരു സ്ഥലം ആണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഇനി അവിടെ പോയിട്ട് ബാക്കി
സ്റ്റോപ്പും എൻ്റെ സ്റ്റേയും തമ്മിലും ഇത്ര ഡിസ്റ്റൻസൊക്കെ ഉണ്ടായിരിക്കണം. നോക്കാം. ഞാനിപ്പം ജസ്റ്റ് മാപ്പ് നോക്കി. അപ്പം ഇവിടെ നിന്ന് ഇനിയും 180 കിലോമീറ്റേഴ്സ് ഉണ്ട് എൻ്റെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. പിന്നെ എൻ്റെ സ്റ്റേയിൻ്റെ അവിടെ നിന്ന് ഞാൻ ടു ദ ബസ് സ്റ്റോപ്പ് ഞാൻ നോക്കിയപ്പോൾ അത് എക്സാക്ട്ലി 1 കിലോമീറ്ററാണ് കാണിക്കുന്നത്. സമാധാനം. അങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനിയെങ്കിലും അവരെവിടെയെങ്കിലും നിർത്തി തന്നാൽ മതിയായിരുന്നു. അതേ അവിടെ ഒരു ഐക്കിയ എനിക്ക് ബസ്സിൻ്റെ പേര് ഇഷ്ടപ്പെട്ടു. ബ്ലാബ്ലാ ബ്ലാബ്ലാ കാർ ബസ് ആണ് ആക്ച്വലി ഇതിൻ്റെ പേര്. പക്ഷെ ബ്ലാബ്ലാ കാർ. അയ്യോ എൻ്റെ ക്യാമറ ഞാൻ പൊക്കി പിടിച്ച്. പക്ഷെ നല്ല രസമുണ്ട്. ഇതെന്തൊക്കെ സ്ഥലമാണാവോ? ഇതൊക്കെ ഇവർ ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്. വായിക്കാൻ അറിയില്ല ഗൈസ് എനിക്ക്. സ്ട്രാസ്ബർഗ് ഇത് ഇങ്ങോട്ടാണ്. സ്ട്രാസ്ബർഗും ഉണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, അടിപൊളിയുണ്ട് കേട്ടോ. ഇവിടെ എന്ത് സ്ഥലമാണാവോ? കൊള്ളാം നന്നായിട്ടുണ്ട്. നല്ല ആർക്കിടെക്ചർ. Mates. ബസ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇറങ്ങാൻ പാടുണ്ടോ ഇല്ലയോ, എന്താണ് സംഭവം? ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിലും ബസ് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. ഡ്രൈവറും ഉണ്ട്. പക്ഷേ എൻ്റെ ബസ്സിലുള്ള ആരും ഇറങ്ങണമില്ല. ഇവിടെ ഇറങ്ങാൻ പാടില്ല. പാടില്ല എന്നല്ല, എനിക്ക് ഇറങ്ങണ്ട. എങ്ങാനും ഇനി ബസ് പോയാലും ഇവിടെ ഇറങ്ങേണ്ടവർ മാത്രം ഇറങ്ങിപ്പോയി. അല്ലാത്ത ആൾക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇവിടുന്ന് കയറുന്നവരും ഉണ്ട്. അപ്പം ഇന്നത്തെ പ്ലാൻ സ്കിപ്പ് ചെയ്തിരിക്കുന്നു. ഞാൻ സ്നാക്സ് കഴിച്ച് നമുക്ക് സങ്കടം മാറ്റാം. ഇവിടെ ഇങ്ങനെ കുറേ വിൻഡ് മിൽസ് കാണുന്നുണ്ട്. ആ സൈഡ് കണ്ടോ? ആ സൈഡിൽ നല്ല ഭംഗിയുണ്ട്. കുറച്ച് സ്ലാൻഡ് ആയിട്ടോ എടുക്കണേ. നല്ല രസമുണ്ട് ഇവിടെ. ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ കണ്ടോ. ഇപ്പോൾ 4:40 സമയം. ഇനി 9 to 10 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഡിസ്റ്റൻസ്. ഓൾമോസ്റ്റ് എത്താറായി ഞാൻ. പിന്നെ ചിലപ്പോൾ ഓൺ ടൈം തന്നെയാണ്. വണ്ടി ഡിലേ ഒന്നുമില്ല. ചിലപ്പോൾ ബിഫോർ ടൈം ആവും. എനിക്ക് തോന്നുന്നു ഇനി അവർ കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. മുന്നേ ഒരു 100-310 km/h പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതൊരു 90-93 ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓൺ ടൈമിന് എത്തിക്കാനാണോ എന്നറിയില്ല. നോക്കാം. കണ്ടോ, ഒരു പിന്നെയും സ്പീഡ് കുറച്ചു. 70 km/h ഇപ്പോൾ പോണത്. ഇപ്പം അത് 50 km/h ആയിട്ടുണ്ട്. ഫൈനലി
ഫൈനലി എത്തിയിരിക്കുകയാണ് ഞാൻ. വാഷ്റൂമിൽ പോലും ഞാൻ പോയിട്ടില്ല. വാഷ്റൂമിൽ പോയിടിച്ചിട്ട് ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇന്ന്. അവർ സ്ട്രോസ്ബൂക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ട്രാസ്ബർഗ് എന്ന് പറയും. അപ്പം അത് ചിലപ്പം റോങ് പ്രൊനൗൺസിയേഷൻ ആയിരിക്കാം, ബിക്കോസ് അത് ഇത് ഇവരുടെ സ്ഥലമാണ്. അപ്പം ഇവരുടെ പ്രൊനൗൺസിയേഷനാണല്ലോ ഫോളോ ചെയ്യേണ്ടത്. നല്ലൊരു ഏരിയ എന്ന് തോന്നുന്നു. കൊള്ളാം. ഇനി ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് വേണം ഞാൻ പോകാനായിട്ട്. ഇന്നലത്തെ പോലെ ഗൂഗിൾ മാപ്പ് എന്നെ ചതിക്കാണ്ടിരുന്നാൽ മതി. സോ ഞാൻ ബുക്ക് ചെയ്ത ഹോസ്റ്റലിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. ഈ ലഗേജും കൊണ്ട് നടക്കാൻ നല്ല പണിയാണ്. ഒന്നാമത് എവിടെയാണെന്ന് അറിയില്ല. ഗൂഗിൾ മാപ്പ് എൻ്റെ പിന്നെയും ചതിച്ചു. പിന്നെ ഞാൻ പോയെടുത്തുനിന്ന് പിന്നെയും ഞാൻ ബാഗ് എടുത്തു. ഞാൻ വിചാരിച്ചു ഇവിടെ പാരീസിനേക്കാളും തണുപ്പായിരിക്കുന്നു. പക്ഷെ ഇവിടെ ചൂടാ 28 ഡിഗ്രി ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മൊത്തത്തിൽ ഇതുപോലത്തെ സംഭവങ്ങളാണ് കാണുന്നത്. ദ പീപ്പിൾ ബാർ ഇവിടെ ഉണ്ട്. അപ്പോൾ പീപ്പിൾ ഹോസ്റ്റൽ ഞാനിങ്ങനെ എൻ്റെ ഗൂഗിൾ മാപ്പിലൊന്നും കാണിക്കണില്ല. ഗൂഗിൾ മാപ്പിലുള്ള സ്ഥലത്ത് കുറേ വട്ടത്തിരിഞ്ഞു. ഇനി ഇവിടെ തപ്പി നോക്കട്ടെ. ഇവിടെ ഒരു ഹോസ്റ്റൽ ബിൽഡിങ് കാണുന്നുണ്ട്. അത് ഹോസ്റ്റലാണോ ഇല്ലയോ എന്ന് അറിയില്ല എനിക്ക്. ഫൈനലി ഞാനിവിടെ എത്തി. ഞങ്ങളൊന്ന് പറഞ്ഞ് ശീലിച്ച് എന്താണിത്, എന്താ വലിയ സംഭവം. അതിൻ്റെ ഉള്ളിൽ എന്താണ് ഈ ഹോസ്റ്റല്. നടന്നൊരു പണിയായി. അങ്ങനെയൊക്കെയും ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂം എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടു, ഇതാണ് സെറ്റ്, അതാണ് എൻ്റെ ബെഡ്. ഇവിടെ എ സിയും ഫാനും ഒന്നും കാണാനില്ല. ഇത് ഹീറ്ററാണോ എ സി? നല്ല 8 പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ലോക്കറൊന്നും കാണാനില്ല. ഞാനിത് എപ്പോഴും എന്തൊക്കെ എടുത്തുകൊണ്ട് നടക്കും ദൈവമേ. ഫസ്റ്റ് ഫ്ലോർ തൊട്ടിട്ടാണ് ഹോസ്റ്റൽ. താഴെ ഫുൾ ഈ സെറ്റപ്പാണ്. നല്ല രസമുണ്ട് കാണാൻ. ബാറാണെങ്കിലും കൊള്ളാം. എൻ്റെ റൂമിൽ ഇപ്പോൾ 3 പേര് വന്നു ഞാൻ കൂടാണ്ട്. അപ്പോൾ ഒരു കുട്ടി ജർമ്മനാണ്, പൗല, ആൻഡ് മറ്റേ കുട്ടി സോണിയ. അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ നാഷണാലിറ്റി അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ 3 പേരും കൂടിയിട്ട് എന്തോ ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. സോ അത് ഇവിടുത്തെ ഫേമസ് ആണെന്നാണ് ആ ജർമ്മൻ കുട്ടി പറഞ്ഞത്. അതിന് മുന്നേ എനിക്ക് എൻ്റെ ബാഗ് ലോക്ക് ചെയ്യണം. ലോക്കറിൽ വെക്കണം. കാരണം എപ്പോഴും ലാപ്ടോപ്പ് എടുത്ത് നടക്കാൻ പറ്റില്ല. റൂമിൽ ലോക്കറില്ല. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ലോക്കർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സൈറ്റിൽ കണ്ടു, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം അവരുടെ ലോക്കർ റൂമിൽ നോർമലി നമ്മൾ പെയ്ഡാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പേ ചെയ്യുകയാണെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സാധനം കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 സ്ഥലത്ത് കയറി. പിന്നെ ഞാൻ പോർക്കും ബീഫൊന്നും കഴിക്കാത്തതുകൊണ്ട്, പിന്നെ എൻ്റെ കൂടെയുള്ള വേറൊരു കുട്ടിയും വെജിറ്റേറിയൻ ആണ്. സോ ഞങ്ങൾ അപ്പം അതിന് പറ്റിയൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുക. No. Like I actually vlog little. Paula? Yeah, from German, and Sonia from German. Mine is this like very small YouTube channel with some 900 subscribers, that's it. But I love making videos. Not small. It's hard, to be honest. And she's an MSW student. And what you'll be working on? What? Like later what you'll be working on? No idea. Okay. I have to travel So she now. still has a lot of time to figure it out. I have a lot And we have a journalist also over here. Aspiring journalist. Yeah, aspiring journalist. അവിടെ കണ്ടോ റെസ്റ്റോറൻറ്റ് കശ്മീർ. ആ ഇന്ത്യൻ്റെ ഒക്കെ സ്പെല്ലിങ് നോക്കൂ. അതെങ്കിലും അവർക്കൊന്ന് മര്യാദയ്ക്ക് എഴുതിക്കൂടെ? ഇന്ത്യൻ അത്ര ഇന്ത്യൻ. ഭയങ്കര ഈസ്തെറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ദ മൊമെൻറ്റ് ഐ സോ ദ പ്ലേസ് ഐ ഫെൽ ഇൻ ലവ് എന്നൊക്കെ പറയില്ല, അതുമാതിരിയായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് കിട്ടിയ 2 കമ്പനി ആണെങ്കിലും എന്നെപ്പോലെ ലൈക്ക് സെയിം വൈബിന് പോണ പോലത്തെ കുട്ടികളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ജെല്ലാവാൻ പറ്റി.
സോ ഇതൊക്കെയാണ് ഇവിടുത്തെ എന്തോ മെയിൻ ഡിഷാണ് ഫ്രഞ്ചുകാരുടെ. അപ്പോൾ ഇതുമാണ് വെജായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇത് പോർക്ക് ആഡഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഇതിലാകെ ഗാർലിക്കും ഒനിയൻസും കാണുന്നത് ഇത് മാത്രമാണ്. സോ ഞാൻ വിചാരിച്ചു ഇത് കഴിക്കാമെന്ന്. ഇതിലൊക്കെ ഗോഡ് ചീസ് എന്തൊക്കെയോ ഉണ്ട് ആൻഡ് ഹണിയൊക്കെ ഉണ്ട്. നമ്മൾ വായടച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, 3 പേരും ഒരേ സംസാരമായിരുന്നു. കാരണം നമ്മുടെ ഐഡിയോളജീസൊക്കെ കൈൻഡ് ഓഫ് സെയിം വ്യൂ പോയിന്റിലുള്ള ആൾക്കാരെ പോലെ തോന്നി. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും. ഇഫ് യു നോ അബൌട്ട് ദ ഡിഷ്, ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്? I mean, this is a dish that is very common in this area of France, in Alsace, and it's called tarte flambée. It's basically like a very thin pizza, but instead of tomato sauce, they usually put crème fraîche. It tastes very good. Yeah, let's try. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ക്ലാസിക്കൽ ഡാൻസും, ആ കുട്ടിയും ഡാൻസിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്, അവളുടെ ഏരിയ ആണ് സ്കേറ്റിംഗ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറേ പറഞ്ഞു തന്നു. Okay, so like these are professional ice dancers, and they are the best at, like, the people who do their discipline are the best at steps. And if you watch closely, you see how they are always on like their edge. And never ever skating straight, and that's also how they gain speed. Doesn't make sense, right? Yeah. But when you see when they go into the spin, they go outside, and then they actually spin on the inside edge. Right. Or the other way around. They go in on the inside, and then they spin on the outside edge. So good. But everything you do is always a change of edge. They are amazing. Okay. So smooth. This milk comes from? Oh, that flower. Is this cherry? It's not cherry. It's I don't know. I don't remember the name. Yeah, but English. the flower, it smells so good. I just know that it's my mom's favorite flower. Wow. Take a picture. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ആ സാധനമൊക്കെ ടേസ്റ്റ് ചെയ്തു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടിയുള്ള മറ്റേ അവൾക്ക് വരുമ്പോഴേ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊരു അരമണിക്കൂർ മുന്നേ തിരിച്ച് റൂമിൽ പോയി. ഞങ്ങളിങ്ങനെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്, പിന്നെ ഇവളുടെ സ്കേറ്റിംഗ്, കണ്ടംപററി സ്കേറ്റിംഗ്, റൈറ്റ്? Yes. യാ. സോ അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ സമയം ഇരുന്ന് ഇപ്പം ഞങ്ങൾക്ക് വഴി അറിയാണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ രണ്ടും കൂടിയിട്ട് ഹോസ്റ്റൽ എവിടെയാണ് തപ്പിപ്പോവാണ്. അപ്പോൾ വളരെ നല്ലൊരു ദിവസമായിരുന്നു. രണ്ടാൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ കൾച്ചർ, പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ടോക്സ് ഒക്കെ ആയിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്, എന്താ പറയുക, എന്നെ കാണുന്നില്ലേ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.